പാലും തേനും എന്തിനു വേറെ ദേവി നീ മൊഴിഞ്ഞാൽ. അങ്ങനെ സാർ ആരെങ്കിലും നോക്കി പാടിയിട്ടുണ്ടോ? എന്തെങ്കിലും ഒരു എൻ്റെ ജീവിതത്തിലെ ഏറ്റവും വലിയ സങ്കടം എനിക്ക് പാട്ട് പാടാൻ കഴിയില്ല എന്നുള്ളതാണ്. പാട്ട് ആസ്വദിക്കാൻ കഴിയും, പക്ഷേ പാട്ട് പാടാൻ കഴിയില്ല. അപ്പോൾ അതുകൊണ്ട് ഞാനിത് ആരോടെങ്കിലും പാടിയിട്ടുണ്ടെങ്കിൽ പിന്നെ ആൾ ഓടിപ്പോകും എന്നുള്ളതുകൊണ്ട് ഞാൻ പാട്ട് പാടാറില്ല. പിന്നെ പ്രണയത്തിൻ്റെ കാര്യം ചോദിച്ചാൽ എല്ലാവർക്കും ഉണ്ടാവുമല്ലോ പ്രണയം. ഞാനും പ്രണയിച്ചിട്ടുണ്ട്, പക്ഷേ കല്യാണം കഴിച്ചെൻ്റെ ഭാര്യയെന്ന് മാത്രം. സാർ അതിനെക്കുറിച്ച് ഒന്ന് ഒരു പ്രണയം എങ്ങനെയായിരുന്നു സാറിൻ്റെ? ഏത് സമയത്തായിരുന്നു? അല്ല, ഞാൻ കോളേജിൽ പഠിക്കുന്ന സമയം? ഇത് ഞാനത് കൃത്യമായി ഒരു അറേഞ്ച്ഡ് മാരേജാണ്. ഞാൻ എൻ്റെ വൈഫിനോട് നേരിട്ട് സംസാരിക്കുന്നതും ഒരു അറേഞ്ച്മെൻറ്റ് വഴി മാത്രമാണ്. ഞങ്ങൾ ആ പഴയ കാലത്ത് അങ്ങനെ തന്നെയായിരുന്നു ഉണ്ടായിരുന്നത്. അതല്ലാതെ പ്രണയമല്ല, ഇതൊക്കെ കല്യാണം കഴിച്ചതിന് ശേഷം ആണ് പ്രണയം ആരംഭിക്കുക എന്നാണ് ഞങ്ങൾ ആ കാലത്തൊക്കെ പഠിച്ചത്. ഇന്നത്തെ ഒരു കാലമല്ല. ഇന്ന് എല്ലാവർക്കും അങ്ങോട്ടും ഇങ്ങോട്ടുമൊക്കെ ബന്ധം ഉണ്ടാവും, സംസാരിക്കുന്നുണ്ടാവും, മറ്റുള്ളതൊക്കെ ഉണ്ടാവാം. പക്ഷേ ആ കാലത്ത് ഘട്ടങ്ങളിൽ അങ്ങനെയല്ല. അന്നൊന്നും സ്വാഭാവികമായിട്ടും ഈ യാഥാസ്ഥിക കുടുംബങ്ങളിലൊന്നും അങ്ങനെ പ്രണയം ആരും സമ്മതിക്കില്ല, അതിനോട്ട് പ്രോത്സാഹിപ്പിക്കില്ല. സാർ പ്രണയിച്ചിട്ടേ ഇല്ല? പ്രണയിച്ചിട്ടുണ്ട്, കല്യാണം കഴിഞ്ഞതിന് ശേഷം ഭാര്യയെ. വളരെ സേഫ് ആയിട്ടുള്ള ഒരു അതന്നെ. നമ്മുടെ പ്രണയവും സേഫ്, നമ്മുടെ ഉത്തരവും സേഫ്. സാർ അതിനുശേഷം സാർ നിർമ്മിച്ച ഒരുപാട് പടങ്ങളുണ്ട്. അതിനകത്ത് നമ്മൾ കൂട്ടി വായിക്കുകയാണെങ്കിൽ മമ്മൂക്കയുടെ പടങ്ങൾ ഒരുപാട് കൂടുതലാണ്. മമ്മൂക്കയുമായിട്ടുള്ള സാറിൻ്റെ അസോസിയേഷനെ കുറിച്ചൊന്ന് പറയാം സാർ. ഈ മമ്മൂട്ടി എന്ന കഥ അദ്ദേഹത്തെ ഞാൻ കാണുന്നത് പിന്നെ വേറെ പോലെ ഒരു ബിസിനസ് മീറ്റിലാണ്. അദ്ദേഹത്തിൻ്റെ വെച്ച് ഞങ്ങളൊരു പിന്നെ ഫോട്ടോ എടുത്ത് അതവിടെ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി ഒരു ഷൂട്ടിങ്സ് പിന്നെ ഗൾഫിൽ മാർക്കറ്റ് ചെയ്യാൻ വേണ്ടി അന്ന് അദ്ദേഹത്തെ കാണും. അന്ന് സത്യം പറയുമല്ലോ, അദ്ദേഹം എന്നെ തീരെ ഇമ്പ്രസ് ചെയ്തിട്ടില്ല. അദ്ദേഹം ഒരു ഭയങ്കരമായിട്ടുള്ള റഫായിട്ടുള്ളൊരു ക്യാരക്ടർ എനിക്ക് അന്ന് ഫീൽ ചെയ്ത്. അപ്പോൾ അതുകൊണ്ട് ഞാൻ അത്ര വലിയ താല്പര്യം എടുത്തില്ല. രണ്ടാമത് ഞങ്ങൾ ഈ പടം ഈ ധ്വനി എന്ന് പറഞ്ഞ പടം അന്ന് അദ്ദേഹം എൻ്റെ സെറ്റിൽ വന്നു നസീർ സാറിനെ കാണാൻ. ഞാൻ അദ്ദേഹത്തെ മൈൻഡ് ചെയ്ത് തന്നെയല്ല, മമ്മൂട്ടിയെ മൈൻഡ് ചെയ്തില്ല. കാരണം എന്താ, എൻ്റെ വിചാരം അദ്ദേഹം ഭയങ്കരമായ തലക്കനുള്ള ഒരു മനുഷ്യനാണ്, പരിചയപ്പെടുന്നത് വരെ. രണ്ടാമത് ഈ പടം വന്നപ്പോൾ പിന്നെ ഈ പുറപ്പാടെന്ന് പറഞ്ഞ പടം, അപ്പോൾ അദ്ദേഹം ഞങ്ങൾ ജെസി ആണ് പിന്നെ പടത്തിൻ്റെ ഡയറക്ടർ, പിന്നെ ജോൺ പോളാണ് എൻ്റെ സ്ക്രിപ്റ്റ് എഴുതിയിരുന്നത്. അപ്പോൾ ഇവരുമായിട്ടൊക്കെ ചർച്ച ചെയ്തപ്പോൾ എല്ലാ പിന്നെ നടന്മാരുള്ളൊരു പടമായിരുന്നു അത്. എല്ലാ നടന്മാരും ഉണ്ട്, മെഗാ പ്രൊജക്റ്റ്. ആ കാലഘട്ടങ്ങളിലൊന്നും ഇതേ രീതിയിലുള്ള ഒരു പദ്ധതി ഉണ്ടായിരുന്നില്ല. ഞങ്ങൾ ധൈര്യം കാണിച്ചു. അത് ഞങ്ങളുടെ ഉദ്ദേശം എന്തായിരുന്നു വെച്ചാൽ ഈ പിന്നെ മാക്ക് എന്നുള്ള ഒരു പിന്നെ ഇത് നമ്മൾ എസ്റ്റാബ്ലിഷ് ചെയ്തിട്ടുണ്ട്, ഒരു ബ്രാൻഡ് നെയിം അത് എസ്റ്റാബ്ലിഷ് ചെയ്യണം എന്നുള്ള നിലയിലാണ് എല്ലാവരുടെയും വെച്ചിട്ട് ഞങ്ങൾ ചെയ്തത്. ഇത് ധ്വനിക്ക് ശേഷമുള്ള സെക്കൻഡ് ഫിലിമാണ്? ആ, സെക്കൻഡ് ഫിലിമാണ്. ഓക്കെ ഓക്കെ. അപ്പോൾ അന്ന് മമ്മൂട്ടിയെ പിന്നെ വെക്കണം എന്ന് പറഞ്ഞപ്പോൾ എനിക്കത്ര വലിയ താല്പര്യം തോന്നില്ല. ഞാൻ പറഞ്ഞു, നിങ്ങളെ ഉത്തരവാദിത്തമൊക്കെ നിങ്ങളത്, ഞാനൊന്നും അറിയില്ല എന്ന് പറഞ്ഞാൽ അദ്ദേഹം ഇവർ തന്നെയാണ് പോയി ഡേറ്റ് വാങ്ങിയതും കണ്ടതും സംസാരിച്ചതൊക്കെ. പക്ഷേ ആ സെറ്റിൻ്റെ ഇടയിലാണ് മമ്മൂട്ടി എന്ന വ്യക്തിയുമായിട്ട് ഞാൻ കൂടുതൽ പരിചയപ്പെടുന്നത്. പുറമേക്ക് ആ കാലഘട്ടങ്ങൾ, ഇപ്പോഴതും ഇല്ല, പുറമേക്ക് ആ കാലഘട്ടങ്ങൾ വളരെ പരിക്കനാണെന്നുണ്ടെങ്കിൽ തന്നെ അദ്ദേഹത്തിൻ്റെ മനസ്സ് വളരെ സോഫ്റ്റാണ്, വളരെ സോഫ്റ്റായിട്ടുള്ളൊരു മനസ്സ്. അപ്പോൾ അങ്ങനെ ഞങ്ങൾ ബന്ധമുണ്ടായി. വളരെ വലിയ കുറേ കാലത്തിലൊരു അസോസിയേഷൻ അതിന് ശേഷം ഉണ്ടായി. ഈ പടം രാത്രിയാണ്, അത് പിന്നെ കംപ്ലീറ്റ് രാത്രിയാണ്, എല്ലാവരും ഉറങ്ങുന്ന സീനാണ്. അപ്പോൾ എല്ലാവരും അവിടെ ഉണ്ടാവണം, പിന്നെ കാണിക്കും വേണം. അപ്പോൾ എല്ലാ ആൾക്കാരെയും കൊണ്ടുവരും, അവർ ഇങ്ങനെ പിന്നെ ഇറങ്ങുന്ന ഇത് അഭിനയിക്കുന്നത്. അപ്പോൾ പാർവതിയാണ് പിന്നെ എല്ലാം നമ്മുടെ പിന്നെ ഹീറോയിൻ. അപ്പോൾ അവർ പാടുന്നതായിട്ടാണ് ഒരു പടത്തിൽ കാണിക്കുന്നത്. അപ്പോൾ അതുകൊണ്ട് വെക്കുമ്പോഴേക്കും ക്യാമറയുടെ പിന്നെ സ്റ്റാർട്ട് എന്ന് പറയുമ്പോഴേക്കും എവിടുന്നോ മഴ പെയ്യും. അപ്പോൾ ആരും എന്നോട് പറഞ്ഞു, നമ്മൾ മൂന്നാമത്തെ പ്രാവശ്യം ഇങ്ങനെ മഴ പെയ്തപ്പോൾ ശ്രീരാമൻ അദ്ദേഹം ഉണ്ടാ പടത്തിൽ അഭിനയിക്കുന്നത്, അദ്ദേഹം പറഞ്ഞു എന്നോട്, നിങ്ങളൊരു കാര്യം ചെയ്യും, എന്തെങ്കിലും ഒരു നേർച്ച ചെയ്യും, മഴ പെയ്യാതിരിക്കുക. അപ്പോൾ ഞാൻ പറഞ്ഞു, മഴയും വേണമല്ലോ ലോകത്ത്, നമ്മളെ ഷൂട്ട് ചെയ്യാൻ മാത്രമല്ലോ, കൃഷിക്കാരുണ്ട്, പലതുണ്ട്. അപ്പോൾ മഴ പെയ്യാണെങ്കിൽ പെയ്യട്ടെ. 4-ാമത്തെ ദിവസം പിന്നെ 4 ദിവസം മഴ പെയ്തു. 5-ാമത്തെ ദിവസം ഞങ്ങളൊരു ദിവസം അത് ഷൂട്ട് ചെയ്യുകയും ചെയ്തു, മഴയില്ലാതെ. അത് നല്ല പിന്നെ ആ പടത്തിലുള്ള എല്ലാം പിന്നെ ഇതിൻ്റെ ഒരു നല്ല പാട്ടായിരുന്നു, ഒരു പിന്നെ വളരെ ഭംഗിയായിട്ടുള്ളൊരു പാട്ട്. നമുക്ക് ആ പാട്ട് കേൾക്കാം സാർ. ലാ 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 ഇത്തിരിത്തേനിൽ പൊന്നുരച്ച് ഇത്തളിർച്ചുണ്ടിൽ ഞാൻ തൊട്ടുവച്ച് അന്നലോ ഞാൻ പൊൻപടി കൊള്ളും ആരോമലുണ്ണി ആടാട് ആട് ആട് ആടാട് അന്നലോ ഞാൻ
പൊൻപടിയിൽ ആട് ആട് ആടാട്. ഇത്തിരി തേനിൽ പൊന്നുരച്ച് ഇത്തളിർ ചുണ്ടിൽ ഞാൻ തൊട്ടുവച്ചു. ഇത്തിരി തേനിൽ പൊന്നുരച്ച് ഇത്തളിർ ചുണ്ടിൽ ഞാൻ തൊട്ടുവച്ചു. കൊഞ്ചും മൊഴി തേനുതീരും എൻ്റെ പൊന്നും കുടമായി വളര്, പൊന്നിൻ കുടമായി വളര്. അന്നലോ ഞാൻ പൊൻപടിയിൽ